നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. ഇന്ന് മെയ് മാസം 19-ാം തീയതി ഞായറാഴ്ച. എല്ലാ വർഷവും ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ചെടികൾ ഒത്തിരി ഇടങ്ങളിൽ നമുക്ക് കാണാം. ഈ വർഷത്തെ ഇതുപോലെ ഒരു ചൂട് കൂടിയ കാലാവസ്ഥയിൽ ഈ സമയത്ത് ഇതുപോലെ പിടിച്ചു നിന്ന് കിട്ടിയ സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇത് നല്ലപോലെ വെള്ളമുണ്ടായിരുന്നു. ആഴ്ച ഒരു 3 ദിവസം മൈക്രോ ഓടിച്ച് നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കൊടുത്തു. പിന്നെ കംപ്ലീറ്റ് ഷെയ്ഡ് കെട്ടി ഇറക്കി. ഇലയ്ക്ക് പഴയ ഇലയുടെ മുകൾ ഭാഗമൊക്കെ ശകലം വാട്ടം അടിച്ചിട്ടുണ്ടെങ്കിലും വേറെ പ്രത്യേകിച്ച് ഉണക്കൊന്നും അങ്ങനെ അടിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു. അതിനകത്തൊരു മെയിൻ കാര്യം, ഒരു 10-15% ശരമോ ഈ ജനുവരിയിൽ അടിച്ച കൂടി ശരങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ ഈ മഴയൊക്കെ ആയി കഴിയുമ്പോൾ ഇപ്പോൾ അരിമ്പും കായൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഈ നിൽക്കുന്ന ചിമ്പുകളെല്ലാം സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും നല്ല മഴ കിട്ടി അന്തരീക്ഷമൊക്കെ തണുത്ത് നിൽക്കുന്ന സമയത്ത് ശരമടിച്ച് വരാൻ പാകത്തിന്, ശരമെല്ലാം പൊട്ടി വരാൻ പാകത്തിന് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ചിമ്പുകളാണ് കൂടുതലും. അപ്പോൾ അതിൽ വലിയ കായൊന്നും നഷ്ടമില്ലാതെ നമുക്ക് കിട്ടും. ഇതിനകത്ത് ആ പഴയ മെച്ചറായ തട്ടയെല്ലാം മണ്ട വെച്ച് കണ്ടിച്ച് കളഞ്ഞ് കവാത്തെടുക്കുകയാണ്. അന്ന് ആ സമയത്ത് ഷെയ്ഡ് വെട്ടി നല്ലപോലെ വേരിന് നെമറ്റോഡിനുള്ള മരുന്നുമൊക്കെ ഒഴിച്ച് നല്ലപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പണിതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് ചിമ്പ് നല്ലപോലെ കയറി വന്നു. ഇത്രയും ഉള്ളൊരു ചെടിയാണേലും ഇനി ശരം അടിക്കാൻ പാകത്തിനുള്ള ഒരു 100-125 ചിമ്പ് ആവറേജ് ഒരു ചെടിക്കുണ്ട് ഈ ശരം അടിക്കാൻ പാകത്തിന്. എല്ലാ ശരം ഇതുപോലെ പൊട്ടി വന്നുകൊണ്ടിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ കൃത്യസമയത്ത് വരുന്ന ആദായം കിട്ടുന്ന കൂട്ട് ഒരു തോട്ടം. ഇത് നല്ല ഒരു കിഴക്കൻ ചായവുമാണ് സ്ഥലം. അത് നെമറ്റോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇലയ്ക്കെല്ലാം നല്ല പച്ചപ്പും നല്ല കൊഴുപ്പും. ഇത്രയും മഴ പെയ്തിട്ട് വെയിലടിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ച ആയതോളം മഴ കിട്ടാൻ തുടങ്ങിയിട്ട് അതുവരെ വെള്ളത്തിൻ്റെ കുറവ് അറിയിക്കാതെ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ചെടികളാണ്. ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ ചെടിയും ഒരുപോലെ യൂണിഫോം ആണെന്നുള്ളതാണ്. ഒരു ചെറിയ ചെടിയോ ഒരു വലിയ ചെടിയോ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരേപോലെ ആവറേജ് വലിപ്പമുള്ള ചെടികൾ. ഇവിടെയൊക്കെ ഇതുപോലെ നല്ലപോലെ വെള്ളം നനച്ചിട്ടിരുന്ന കാരണം ചവിട്ടിയിട്ട് മഴ കൂടി പെയ്ത് കഴിഞ്ഞപ്പം പശ മണ്ണാണ്, നല്ല തെറ്റൽ. ഇതൊരു 10 ഏക്കറോളം വരുന്ന ഒരു ഒറ്റ പ്ലോട്ടാണ്. എല്ലാം ശരം നല്ലപോലെ വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓരോ ആ മെച്ചറായ തട്ടയ്ക്കും 2-3 ചിമ്പ് വെച്ച് അടിച്ചുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് ഓരോ ചെടിക്കും ചിമ്പടിച്ച് നിൽക്കുന്നത്. ആ ചിമ്പ് പൊട്ടി വന്ന സമയം തൊട്ട് അതിന് കൊടുത്ത വളപ്രയോഗങ്ങൾ നല്ല രീതിയിൽ അതിന് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഫംഗിസൈഡ് അടിച്ച് ഒരു ഫിസേറിയത്തിൻ്റെ ഒന്നും ഒരു സ്ക്രാച്ച് പോലും കാണാനില്ല. പൊളിച്ച് കവാത്തുമൊക്കെ എടുത്തു. ഇതിലും ചെടി ശകലം സെൽഫ് ഷെയ്ഡ് കൂടുതലാണ്, ചിമ്പ് കൂടുതലുള്ളതുകൊണ്ട്. അതുകൊണ്ട്
അഴുകിട തട്ടമറിച്ചിൽ പോലത്തെ പ്രശ്നങ്ങളുണ്ടാകാതെ അഡ്വാൻസായിട്ട് നിൽക്കണം. അടുത്ത റൗണ്ട് തിരിച്ചടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഫംഗിസൈഡും കൂടി കൊടുത്തിട്ടോ തിരിച്ചിലോട്ട് പോകുന്നത്. അടുത്ത ഈ മഴ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ന്യൂനമർദ്ദമൊക്കെ ആയിട്ട് മഴ കഴിഞ്ഞിട്ട് ഒരു ക്യാപ്പ് വരും. ഒരു ചെറിയ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ വെയിൽ ഇടയ്ക്ക് ഒരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നിൽക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കൊണ്ട് തിരിച്ചടിച്ച് ഈ ശരം ഒന്നും അറസ്റ്റാക്കുന്നത്. ശകലം കൂടി മഴ കിട്ടി ജൂണിൽ മഴയുടെ ഒരു ഗതി അറിഞ്ഞിട്ടോ തിരിച്ചടിക്കുന്നുള്ളൂ. ഇപ്പം ഒരു അസസ്ട്രോബിൻ ടബുക്കോണസോൾ നല്ല ഒരു ഫംഗിസൈഡ് മരുന്നിൻ്റെ കൂടെ കൂട്ടി ഒരു സ്പ്രേ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മണ്ണിൽ ഇത്ര മഴ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു DAP പൊട്ടാഷ്യം മൈക്രോ ഫുഡ് ചെടിക്കെല്ലാം ഒരു 300 ഗ്രാം DAP, ഒരു 150 ഗ്രാം പൊട്ടാഷ്, ഒരു 100 ഗ്രാം മൈക്രോ ഫുഡ്, അതിൻ്റെ കൂടെ ഒരു 500 ഗ്രാം വേപ്പും പിണ്ണാക്കും. ആ ഒരു കോമ്പിനേഷൻ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പുറത്തോട്ട് കവാത്ത് എടുക്കാനുള്ളതാണ്. കവാത്ത് എടുത്ത് ഈ പട്ടയിൽ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ചെടികളാണ്. ഈ ഒരു സെക്ഷൻ ഇങ്ങനെ കവാത്ത് എടുത്ത് തീർന്ന ചെടികളാണ്. എല്ലാ തോട്ടവും നമ്മുടെ കെയറിങ് പോലെ ഉള്ളൂ. ഇവിടെ ഉണക്കടിക്കാത്ത സ്ഥലമാണെന്ന് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും ഓർക്കും. ഇവിടെ നല്ലപോലെ ചൂടും കൂടിയ ഏസോണൊന്നുമല്ല, നല്ലപോലെ ഉണക്കം അടിക്കുന്ന സ്ഥലം തന്നെയാണ്. അതിൻ്റെ ആ നോട്ടം കൊണ്ടാണ് ആ ചെടികൾ അങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ അറിയണമെങ്കിൽ ഒരു വഴിക്ക് അപ്പുറം ഇപ്പുറം തൊട്ടടുത്ത് കിടക്കുന്നത് എങ്ങനെ കിടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ. ഇതാണ് ഒരു ആവറേജ് ഏലത്തോട്ടത്തിൻ്റെ ഈ വർഷത്തെ അവസ്ഥ. ഈ ഒരു കണ്ടീഷൻ. ഇതിനി കവാത്തൊക്കെ എടുത്ത് കുറേ തട്ടകളെല്ലാം നശിച്ചു പോയി. ഒരു ചെടിക്ക് ഒരു 50 ചിമ്പുള്ള ചെടിയാണെങ്കിൽ ഒരു 10 ചിമ്പൊക്കെ കാണും കവാത്തൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക്. ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ചില തോട്ടങ്ങളിൽ ഇത്രയും പോലും ഇല്ല. ഇത് ഒരുമാതിരി പിടിച്ചു നിന്നിട്ടുണ്ട്. ചിലയിടത്തിലും ഡൗണായിപ്പോയി. ഇതത്രയും കുഴപ്പം വന്നില്ല. എങ്കിൽ നേരെ തിരിച്ച് ഈ സൈഡ് നല്ലപോലെ കെയർ ചെയ്ത് നിർത്തിയതുകൊണ്ട് വെള്ളം ഇതിന് ഒരു അടിസ്ഥാന ഘടകം തന്നെയായിരുന്നു. ചുമ്മാ വെള്ളം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലായിരുന്നു. ആ വേനൽക്ക് തന്നെ ആ നിമറ്റോഡിനുള്ള മരുന്നും അതിന് അടിസ്ഥാനമായിട്ട് ആ ചിമ്പ് പൊട്ടി വന്നപ്പോൾ ആ ചിമ്പിന് പുതിയ വേരിന് ഉള്ള വാം ഡ്രൈക്കോ സ്യൂഡോ ഇങ്ങനത്തെ സാധനങ്ങളും, അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ ഫംഗിസൈഡും എല്ലാം അടിച്ചു കൊടുത്ത് CN കൊടുക്കേണ്ട സമയത്ത് CN ഒക്കെ കൊടുത്തും എല്ലാമാണ് ഈ ഒരു തോട്ടം ഈ ഒരു കണ്ടീഷൻ പുള്ളിക്കാരൻ നിർത്തിയേക്കുന്നത്. ഇങ്ങനെ വീഡിയോ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ചെടിയില്ലാതെ വീഡിയോ പിടിക്കാൻ തോന്നും. ഒന്നൊന്നിനും മെച്ചമെന്ന് പറയും. അതുപോലെ നിൽക്കുകയാണ് എല്ലാ ചെടികളും. ഈ വർഷം ഇങ്ങനത്തെ ചെടികൾ കാണുമ്പോൾ കണ്ണിന് മനസ്സിനും ഒക്കെ ഒരു കുളിർമ. അതുകൊണ്ട് ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. എങ്കിലും ഒരു 9 മിനിറ്റോളമായി. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ ചെടിയിൽ ആ ശരമെല്ലാം കൂടി വന്ന് കായൊക്കെ കായ്ച്ച് കഴിയുമ്പോൾ അടുത്ത വീഡിയോ അന്നേരം എടുത്തിട്ട് കാണിക്കാം. എല്ലാവരും ഓർക്കും ഇത് ഷെയ്ഡ് കയറി അടഞ്ഞു നിൽക്കുമെന്ന്. ഇതിനകത്തൊന്നും മരമില്ല, ഒന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോ തൈമരങ്ങളൊക്കെ ഉള്ളൂ. ചെടി സെൽഫ് ഷെയ്ഡായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അകത്ത് വലിയ വെട്ടം വെയിലടിക്കാതെ ഓരോ ചെടികളും അടഞ്ഞ് കയറി നിൽക്കുന്നതുകൊണ്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ ഓരോ പ്ലാവും ഒക്കെ ഉണ്ട്. ഇതൊരു പ്ലാവാണ്, അതിൻ്റെ താഴെ അവിടെ ഒരു മരം, അതൊരു ജാതി. അങ്ങനെയാണ് ഈ തോട്ടം നിൽക്കുന്നത്.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ചെടികൾ കാണുമ്പോഴത്തേക്കും കച്ചവടക്കാർ വില കുറയ്ക്കും ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരും. വിവിധയിലാണെങ്കിൽ പോലും ഇനി ഈ പൂവൊക്കെ ഉണ്ടായി, ഈ വിരിഞ്ഞിരിക്കുന്ന പൂ ഉണ്ടായി കായായി പറഞ്ഞാൽ 3 മാസം സമയമെടുക്കും. അത് കൈ കിട്ടണതിൽ ഇനിയുള്ള കാലാവസ്ഥ അനുസരിച്ചിരിക്കും. നമുക്ക് ഭയങ്കര ഹെവി റെയിനൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടുത്തെ അറസ്റ്റാകും, എല്ലാ പരിപാടിയും തീരും. അപ്പം ഈ ഏലക്കൃഷി മാത്രം കയ്യിൽ വന്നു കഴിഞ്ഞാൽ വന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ല വെയിലായിട്ടും മഴയായിട്ടും എല്ലാം പ്രശ്നമാണ്. ഇതൊരു മീഡിയം കാലാവസ്ഥയിൽ നിന്ന് കിട്ടുന്ന വർഷങ്ങൾ വളരെ അപൂർവമായിരിക്കും. അന്നേരം എല്ലായിടത്തും ഒരുമിച്ച് എല്ലാവർക്കും ഒരുപോലെ കിട്ടുകയും ചെയ്യും. അന്നേരം കായ്ക്ക് വില കാണത്തുമില്ല. ഈ ശരം കണ്ടുകൊണ്ട് ഇതൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. ഇത് ഇനിയുള്ള കാലാവസ്ഥ അനുകൂലമായിട്ട് വരണം. മഴ ഒത്തിരി ഓവറാകാൻ പാടില്ല. മഴ ഓവറായി കഴിയുമ്പോഴത്തേക്കും ഈ വേരിനെല്ലാം പ്രശ്നം ഉണ്ടാകും. ഇത്രയും തിക്കായിട്ട് നിൽക്കുന്ന ചെടികളാണ്. അതിന് പട്ടം മറിച്ചിൽ അഴുകൽ മൊത്തത്തിൽ ചെടിക്ക് മരപ്പ് ഫംഗസ് ബാധ എല്ലാം ഉണ്ടായി ടോപ്പിങ് മഞ്ഞപ്പിഞ്ച് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങും. അതുകൊണ്ട് ഈ തോട്ടം കണ്ട് ഒരു വിലയിരുത്തൽ പറ്റത്തില്ല. ഇതൊരു ഓൾ ഓവർ മൊത്തം വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ തോട്ടങ്ങൾ ഒരു 20% കാണും. ഒരു 20% ആവറേജും കാണും. ഒരു 60% നല്ലപോലെ ഡാമേജായി നിൽക്കുകയാണ്. അതിപ്പോൾ കവാത്തൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഭീകരത അറിയത്തുള്ളൂ. 50-100 ചിമ്പൊക്കെ ഉള്ള ചെടി ഒരു 10-20-25 ചിമ്പയിലോട്ട് വന്നു. അപ്പം ഉൽപ്പാദനത്തിൽ അതിൻ്റേതായ ഒരു കുറവ് വരാൻ പോവുകയാണ്.